അങ്ങനത്തെ ഓണ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകേണ്ട തിരക്കിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെ നേരെ ബസ് സ്റ്റാൻഡിലാട്ടോ. ഇന്ന് നമ്മൾ സേലം വരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ ബസ് സ്റ്റാൻഡ് വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നേരെ ബസ് കയറിയപ്പോൾ കണ്ട കാഴ്ചയായിരുന്നു കേട്ടോ ഇത് ആരോ മരിച്ച ഡെഡ് ബോഡി കൊണ്ടുവന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത്. പടക്കൊക്കെ പൊട്ടിച്ച് പാട്ടൊക്കെ വെച്ചിട്ട് പൂവൊക്കെ വാരി എറിഞ്ഞിട്ടുണ്ട് ഇവർ കൊണ്ടുവന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഷെയ്ക്ക് കുടിക്കാൻ കയറി കേട്ടോ. സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു കട ജ്യൂസ് കടയാണ് കേട്ടോ. ഇവിടെ ഷെയ്ക്ക് ഉണ്ട്, പലതരത്തിലുള്ള ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ഏത് കണ്ടിട്ട് എന്ത് മേടിക്കണത് പോലും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവസാനത്തിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പൈനാപ്പിൾ മിൻറ്റ് ജ്യൂസ് കുടിച്ചാലും മേടിച്ചു. പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചിട്ടുണ്ട്, എന്നാലും അതിൽ മിൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് കുടിക്കാൻ മേടിച്ചു. അപ്പോൾ നമ്മൾ പിന്നെ ആരും പൈനാപ്പിൾ ജ്യൂസ്, ഞാൻ പൈനാപ്പിൾ മിൻറ്റ് ജ്യൂസും മേടിച്ചു കേട്ടോ. ഇതിൻ്റെ വെറൈറ്റി ടേസ്റ്റ് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ടേസ്റ്റ് പൈനാപ്പിളിൻ്റെ തന്നെ ആയിരുന്നു കേട്ടോ. മിൻറ്റിൽ ഭയങ്കര മിൻറ്റ് ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അറിയതേ ഓറിയോ ഷേക്കും പിന്നെ സോനയ്ക്ക് പിസ്ത ഷേക്കൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് ഈ കടയിൽ കൊട്ടയിലാക്കി വെച്ചൊരു ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഇത് എങ്ങനെയൊക്കെ തട്ടിയെടുക്കുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റിയ. അപ്പുറത്ത് ഒരാളിരുന്നിട്ട് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഫുള്ള് കുടിച്ചിരിക്കും. പിന്നെ നേരെ സ്റ്റേഷനിലോട്ട് വിട്ടു കേട്ടോ. പിന്നെ രാത്രി ആകുമ്പോൾ ഫുഡ് കഴിക്കാൻ വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് 10 മണിക്കായിരുന്നു ട്രെയിൻ. അപ്പോൾ കുറച്ച് വൈകിട്ട് കഴിക്കാൻ വന്നാൽ ഞങ്ങൾ ഏത് കടയിൽ പോകണമെന്ന് തീരുമാനിച്ചപ്പോൾ ഇവർ മൂന്നാളും കൂടെ ഏത് കടന്ന് പോകണമെന്ന് അവർ തന്നെ തീരുമാനിച്ചു വന്നു. അങ്ങനെ അവസാനം ഞങ്ങളൊരു കടയിൽ പോയി കേട്ടോ. ഇത് മലയാളീസ് നടത്തുന്ന ഒരു ഹോട്ടലാണ്. അവിടെ നിന്ന് ആര് പറഞ്ഞത് തലശ്ശേരി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ എപ്പോഴത്തെയും പോലെ ഈ ചിക്കൻ റൈസ് അത് കഴിച്ചാൽ ഒരു മനസ്സിനൊരു സുഖമുള്ളൂ. ഈ കഴിച്ചത് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ എസ്കലേറ്ററിൽ കയറി. കാരണം എന്താണ്, നമുക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആ ഒരു വഴി കണ്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നേരിട്ട് കാണുന്നത്. അത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ചേട്ടൻ വലിയൊരു നായനോട് പോകുന്നത് കണ്ടത്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ നായനെ കണ്ടിട്ട് തോന്നുന്നു കുറേ നായ്ക്കൾ പിന്നാലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എവിടുന്ന് എങ്ങനെ വന്നു എന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഒരു കൂട്ടം പട്ടികളാണ് ഇതിൻ്റെ കൂടെ വന്നത് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ പട്ടികളാണെന്ന് തന്നെ തോന്നിപ്പോയി കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് അപ്പുറത്ത് വർക്കേഴ്സിന് അവിടെ എന്തൊക്കെയോ ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഈ സമയത്ത് ഇരുന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ കണ്ടായിരുന്നത്. അങ്ങനെ വേസ്റ്റ് വണ്ടി പോകുന്ന കണ്ടിട്ട് അതിൽ കയറണ്ടേന്ന് അറിയാൻ പറ്റാണ്ട് അനുസരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ നോക്കിയിരുന്നപ്പോഴാണ് നമ്മുടെ ട്രെയിൻ വന്നത്. പിന്നെ നേരെ ട്രെയിൻ കയറി പിന്നെ നേരെ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് അച്ഛനെ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബാക്കി നാളെ.